നമ്മൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ ആ വാർത്തയിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം കുടുംബാംഗങ്ങളുടെ ഖബർ സന്ദർശിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ, വൈകാരികമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് എത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നുണ്ട്. ഉമേഷ്, പറയൂ. സ്മിത, ഖബറിടങ്ങളിലെ പ്രാർത്ഥനകൾ അത് ഇപ്പോൾ തുടരുകയാണ്. ഓരോ ഖബറിടത്തിൻ്റെ മുന്നിലും എത്തി പൊട്ടിക്കരഞ്ഞ് തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണാനാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതയാത്രയിൽ ഒരുപക്ഷെ ഇത്രത്തോളം ദുഃഖം താങ്ങേണ്ടി വരുന്ന, ഒറ്റയ്ക്ക് ഇവയെല്ലാം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖത്ത് നിന്നും കാഴ്ചകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്രത്തോളം തകർന്ന ഒരു മനുഷ്യൻ, 4 ഖബറിടങ്ങൾ, സ്വന്തം ഉമ്മ, സ്വന്തം മകൻ, സ്വന്തം സഹോദരനും സഹോദരൻ്റെ ഭാര്യയും അവരെല്ലാം അടക്കിയ ഖബറിടത്തിന് മുന്നിലാണ് പ്രാർത്ഥനയിൽ പങ്കാളിയാവുന്നത്. എന്തായാലും ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പള്ളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. പള്ളിയിലേക്ക് തിരികെ പോകുകയാണ് അബ്ദുൾ റഹീം. ചടങ്ങുകൾ കഴിഞ്ഞു, പ്രാർത്ഥനയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ കഴിഞ്ഞു, തിരികെ പോവുകയാണ്. രണ്ടുപേരും ചേർത്ത് പിടിക്കുകയാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക്, അദ്ദേഹം ഇനി ജീവിക്കാനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾക്ക് അദ്ദേഹം കുറ്റബോധത്തോടു കൂടി തല താഴ്ത്തി, പക്ഷേ വേദനയുടെ അങ്ങേയറ്റം കടിച്ചമർത്തി, ഒപ്പം ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യയുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. 7 വർഷമായി യാത്രാവിലക്കിലായിരുന്നു അദ്ദേഹം. 7 വർഷമായിട്ടും അദ്ദേഹത്തിൻ്റെ യാത്രാവിലക്ക് മാറാതെ യാത്രാവിലക്കിൽ തന്നെ തുടരുകയായിരുന്നു. ഒടുവിൽ ഈ ഒരു കടങ്ങളെല്ലാം ഒരുപക്ഷെ പരിഹരിക്കാൻ ഈ ഒരു ദുരന്തം വേണ്ടി വന്നു. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്തം വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരം, സങ്കടകരം. അദ്ദേഹത്തിന് വേണ്ടി സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് അദ്ദേഹത്തെ നാട്ടിലെത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിനെ കാത്തിരുന്നത് ഈ കാഴ്ചകളാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇത് വിവരിക്കുമ്പോഴുമുള്ള വിഷമം. എന്തായാലും താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിലേക്ക് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 7 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഭാര്യയെയും മകനെയും മക്കളെയും എല്ലാം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനസ്സിന് മുന്നിൽ, ഒരു കാഴ്ചയ്ക്ക് മുന്നിൽ അദ്ദേഹം ഖബറുകളാണ്. ഒരു അവസാനമായി ഒന്ന് ഉമ്മയെയും മകനെയും ജ്യേഷ്ഠനെയും പോലും ഒന്ന് കാണാൻ പോലും കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥ. അത് വിവരണത്തിനും അതീതമാണ്. വിവരിക്കാനൊന്നും നമ്മൾ സാധാരണ വിവരിക്കാനൊന്നും കഴിയാത്തതിനും എത്രയോ മുകളിലാണ് സ്മിത. എന്തായാലും അദ്ദേഹത്തിന് ഇതെല്ലാം താങ്ങാൻ കഴിയട്ടെ. 4 ഖബറിടങ്ങളും സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പള്ളിയിലേക്ക് തിരികെ പോകുന്നു. കുടുംബാംഗങ്ങളെ കണ്ട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.